മോട്ടോക്കാരന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു R15 V2 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ റേഡിയേറ്ററിന്റെ കൂളന്റ് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റേഡിയേറ്ററിന്റെ കൂളന്റ് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യമാണ് അന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അതിന്റെ സൈഡ് കിറ്റ് അഴിക്കണം. അപ്പോൾ ഈ കിറ്റ് അഴിച്ചതിന് ശേഷം നമ്മൾ റേഡിയേറ്ററിന്റെ കൂളന്റ് മാറ്റാനായിട്ട് പോകുന്നത്. റേഡിയേറ്റർ കൂളന്റ് മാറ്റേണ്ടതെന്ന് പറയുന്നത് ഓരോ 10,000 കിലോമീറ്ററിൽ നമ്മൾ റേഡിയേറ്ററിന്റെ കൂളന്റ് മസ്റ്റ് ആയിട്ട് മാറ്റിയിരിക്കണം. മാറ്റില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനിലേക്ക് ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂളന്റ് മാറ്റുന്നത് തന്നെ. നമുക്ക് ഈ കിറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് അഴിച്ചെടുക്കാം. അതിന്റെ സൈഡ് കിറ്റ് കാര്യങ്ങളെല്ലാം അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂളന്റ് ഊറ്റേണ്ട ബോൾട്ട് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റിംഗ് സ്പാനർ ഉപയോഗിച്ച് ഇന്ന് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്ത് നമുക്ക് റേഡിയേറ്ററിന്റെ മണ്ടലത്തെ ക്യാപ്പും കൂടി ഈ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഈ ഒരു ക്യാപ്പ് കൂടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കൂളന്റ് വെളിയോട്ട് ഊറ്റിയെടുക്കാം. ഇതാണ് നമ്മളെ കൂളന്റിന്റെ ബോൾട്ട്. അപ്പൊ നമ്മൾ അടുത്ത മണ്ടലത്തെ ക്യാപ്പും കൂടി ഒന്ന് അഴിച്ചെടുക്കുക. അപ്പുറം സൈഡ് അഴിച്ചിട്ടുണ്ട്. അഴിച്ച് അതിന്റെ കൂളന്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഊറ്റി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ റിസർവ് ടാങ്ക് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിസർവ് ടാങ്ക്. ഈ റിസർവ് ടാങ്കിന്റെ ഈ ഒരു ഭാഗത്തു കൂടിയാണ് നമ്മൾ ഇതിന്റെ കൂളന്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് കൂളന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ അളവ് കറക്റ്റായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കൂളന്റ് അളവ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നമുക്കിന്റെ ബോൾട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിനി കൂളന്റ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂളന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ റേഡിയേറ്റർ നിറയുന്നത് വരെ നമ്മൾ കൂളന്റ് ആദ്യം ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത്തിരി വാട്ടർ മിക്സ് ചെയ്തിട്ടുണ്ട്. വാട്ടർ മിക്സ് ചെയ്ത് കൂളന്റ് ആണിത്. അപ്പോൾ 1/2 ലിറ്റർ വാട്ടറും 1/2 ലിറ്റർ കൂളന്റും കൂടി നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. അങ്ങനെ 1 ലിറ്റർ സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. മറ്റേ കൂളന്റ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫാന് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്തതിനായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ ഞങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം.